പണത്തിന് പെട്ടെന്ന് ഒരു ആവശ്യം വരുമ്പോൾ ആദ്യം കണ്ടെത്തുന്ന മാർഗം സ്വർണം പണയം വയ്ക്കാം എന്നതിലാണ്. വളരെ പെട്ടെന്ന് കുറഞ്ഞ പേപ്പർ വർക്കുകളോടെ കയ്യിൽ പണം ലഭിക്കുന്നത് കൊണ്ടാണ് ഈ മാർഗം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ അവിടെയും RBI പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. സ്വർണ്ണ വായ്പ എടുക്കുന്ന ഉപയോക്താക്കൾക്ക് 20,000 രൂപയിൽ കൂടുതൽ കയ്യിൽ പണമായി നൽകരുതെന്ന് റിസർവ് ബാങ്ക് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അഥവാ NBFCകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ആദായ നികുതി നിയമം 1961 പ്രകാരം 269 SS വകുപ്പ് അനുസരിച്ച് പരമാവധി 20,000 രൂപ വരെ മാത്രമേ പണമായി നൽകാനാവൂ എന്നാണ് RBI അറിയിച്ചിരിക്കുന്നത്. 20,000 രൂപയിൽ കൂടുതലുള്ള തുക ഒരു കാരണവശാലും ഉപയോക്താക്കളുടെ കൈവശം നൽകരുതെന്ന് കർശന നിർദ്ദേശമുണ്ട്. IIFL ഫിനാൻസുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് ശേഷമാണ് കേന്ദ്ര ബാങ്ക് പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. IIFL ഫിനാൻസ് സ്വർണ്ണ വായ്പകൾ കൈകാര്യം ചെയ്യുന്നതിൽ വലിയ വീഴ്ചകളുണ്ടെന്ന് റിസർവ് ബാങ്ക് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് താൽക്കാലികമായി വായ്പ നൽകുന്നത് നിർത്തിവെക്കാൻ ഈ സ്ഥാപനത്തോട് RBI ആവശ്യപ്പെട്ടു. IIFL ഫിനാൻസിന്റെ ആകെ ബിസിനസിന്റെ 1/3 ഭാഗം സ്വർണ്ണ പണയ വായ്പകളാണ്. സ്വർണത്തിന്റെ പരിശുദ്ധി, തൂക്കം എന്നിവ കണക്കാക്കുന്ന പരിശോധനകളിലെ അപര്യാപ്തതകൾ, ക്യാഷ് ലോൺ സംബന്ധിച്ച വായ്പകളുടെ ലംഘനം, സ്റ്റാൻഡേർഡ് ആക്ഷൻ പ്രോസസ് സംബന്ധിച്ച മാനദണ്ഡങ്ങളിൽ നിന്നുള്ള വഴിമാറൽ, ഉപയോക്താക്കളുടെ അക്കൗണ്ട് ചാർജുകൾ സംബന്ധിച്ച് സുതാര്യതയില്ലായ്മ തുടങ്ങിയ വിഷയങ്ങളാണ് റിസർവ് ബാങ്ക് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. നിലവിൽ സ്വർണ്ണവില വലിയ ഉയരങ്ങളിലെത്തി നിൽക്കുകയാണ്. ഇത് സ്വർണ്ണ വായ്പ ബിസിനസ് വൻതോതിൽ ഉയരാൻ കാരണമായിരുന്നു. NBFCകളുടെ ബിസിനസ് വോളിയത്തിന്റെ നല്ലൊരു ശതമാനവും സ്വർണ്ണ വായ്പകളായി മാറിയ സാഹചര്യമാണുള്ളത്. കോവിഡിന് ശേഷം പൊതുവെ സ്വർണ്ണ വായ്പ ബിസിനസ് ഉയർന്നു നിൽക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഇതെല്ലാമാണ് വ്യവസ്ഥകൾ ലംഘിക്കപ്പെടാതിരിക്കാൻ ഊർജിത നടപടികൾ എടുക്കാൻ റിസർവ് ബാങ്കിനെ പ്രേരിപ്പിച്ചിരിക്കുന്നതെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇതിലൂടെ ഉപഭോക്തൃ താൽപര്യം സംരക്ഷിക്കുക, സിസ്റ്റത്തിലെ റിസ്ക് കുറയ്ക്കുക എന്നീ കാര്യങ്ങളാണ് ലക്ഷ്യമാക്കുന്നത്. ഇന്ത്യയിലെ റീറ്റെയിൽ ക്രെഡിറ്റ് ഉയർന്നു നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴത്തേത്. കഴിഞ്ഞ 4 വർഷങ്ങളിൽ സ്വർണ്ണ പണയ വായ്പകളിൽ 3 ഇരട്ടി വർധനമാണ് രാജ്യത്തുണ്ടായിരിക്കുന്നത്. ഇത്തരം വായ്പകളിൽ കൂടുതലും ക്യാഷ് ആയിട്ടാണ് പല സ്ഥാപനങ്ങളും കസ്റ്റമേഴ്സിന് നൽകുന്നത്. ചെറുകിട സ്ഥാപനങ്ങളിൽ നിന്ന് വലിയ NBFCകൾക്ക് കടുത്ത മത്സരം നേരിടുന്ന സാഹചര്യവും ഇത്തരത്തിൽ ക്യാഷ് ലോൺ നൽകുന്നത് വർദ്ധിപ്പിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു. അതേസമയം റിസർവ് ബാങ്ക് നിർദ്ദേശത്തെ തുടർന്ന് വ്യാഴാഴ്ച മുത്തൂറ്റ്, മണപ്പുറം ഫിനാൻസ് ഉൾപ്പെടെയുള്ള ഗോൾഡ് ലോൺ NBFCകളുടെ ഓഹരി വിലയിൽ വലിയ ഇടിവുണ്ടായി.